തൃശൂർ പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞു. ദമ്പതികൾ സഞ്ചരിച്ച വാഹനമാണ് കുഴിയിൽ വീണത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞിരിക്കുന്നു. ദമ്പതികൾ സഞ്ചരിച്ച വാഹനമാണ് കുഴിയിലേക്ക് മറിഞ്ഞത്. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന കാറാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഈ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ റേഷൻ കടയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസമാണ് ഈ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയത്. ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായാണ് വാട്ടർ അതോറിറ്റി കുഴിയെടുത്തത്. പക്ഷെ വേണ്ടത്ര രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ബോർഡുകളോ ഇവിടെ സ്ഥാപിച്ചില്ല എന്ന നാട്ടുകാരുടെ ഒരു ആക്ഷേപമുണ്ട്. ഈ വേണ്ടത്ര രീതിയിലുള്ള മുന്നറിയിപ്പ് ബോർഡ് ഇല്ലാത്തതിനാലാണ് പൊടുന്നനെ ഈ കുഴി മുന്നിൽ വരികയും നിയന്ത്രണം വിട്ട് കാറ് സാഹചര്യമുണ്ടായത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ കാറിലുണ്ടായിരുന്ന ദമ്പതികൾക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഈ മേഖലയിൽ പലയിടങ്ങളിലായി മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വഴികളിലെല്ലാം ഇത്തരത്തിൽ റോഡ് പണി നടക്കുന്നുണ്ട്. പല സ്ഥലത്തും വേണ്ടത്ര രീതിയിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളൊന്നും ഇല്ല എന്നൊരു ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ സ്ഥലത്താണ് ഇപ്പോൾ ഒരു അപകടം ഉണ്ടായത്. വാട്ടർ അതോറിറ്റി എടുത്ത കുഴിയിലേക്ക് കാറ് കൂപ്പുകുത്തുകയായിരുന്നു. മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തത് തന്നെയാണ് ഈ കാറ് ഇത്തരത്തിലൊരു അപകടത്തിൽ പെടാനുള്ള കാരണമെന്നാണ് നാട്ടുകാർ. എന്തായാലും അപകടത്തിൽ പരിക്കേൽക്കാതെ ദമ്പതികൾ രക്ഷപ്പെട്ട ഒരു കാര്യമാണ് ഉണ്ടായത്. ഭദ്ര. വ്യക്തമാണ്. തൃശൂർ പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്കാണ് കാർ മറിഞ്ഞത്. കാറിൽ സഞ്ചരിച്ച ദമ്പതികൾ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും